ഇനി നമ്മൾ പോകുന്നത് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഏറ്റവും അപ്രവചനീയമായ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിലേക്കാണ്. കഴിഞ്ഞ തവണയും ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരമായിരുന്നു. ഇത്തവണയും തൃശൂരിൽ ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരമാണ്. LDF വേണ്ടി ആലങ്കോട് ലീലാകൃഷ്ണൻ, UDF വേണ്ടി മുൻ മേയർ രാജൻ ജെ പല്ലൻ, NDAക്ക് വേണ്ടി K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ. കഴിഞ്ഞ തവണ കൈപ്പത്തിയിൽ മത്സരിച്ച പത്മജ ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രത്യേകത. അവിടെ ചെറിയ വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം CPI സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. ഇപ്പോൾ എന്ത് സംഭവിക്കും? 963 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ P ബാലചന്ദ്രൻ ജയിച്ച തൃശൂരിൽ ഇത്തവണ UDF 36.03 2.73 മാർജിൻ രാജൻ ജെ പല്ലന്. രണ്ടാം സ്ഥാനത്ത് പത്മജ. മൂന്നാം സ്ഥാനത്താണ് നിലവിൽ CPI സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉള്ളത്. സിറ്റിംഗ് മണ്ഡലത്തിൽ CPI മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. കൗതുകകരമായ ഒരു കാഴ്ചയാണ്. വളരെ ശക്തമായ മത്സരം. രാജൻ പല്ലൻ കുറെ കൂടി പരിചിതനാണ്. ആലങ്കോട് ലീലാകൃഷ്ണനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം മുൻ മേയറായിരുന്നു. പത്മജ കുറേയധികം തെരഞ്ഞെടുപ്പുകൾ അവിടെ മത്സരിക്കുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ സർവേയിൽ വളരെ നേരിയ മുൻതൂക്കമാണ്. 2.73 മാത്രം വളരെ നേരിയ മുൻതൂക്കമാണ്. നമ്മുടെ എറർ ഫാക്ടറിൽ നിന്നും കുറച്ചു വളരെ ചെറിയൊരു എഡ്ജ് മാത്രമേ രാജൻ പല്ലന് കിട്ടുന്നുള്ളൂ. പക്ഷേ അവിടെ നിലവിൽ ഒരു പക്ഷേ രാജൻ പല്ലൻ തന്നെ വിജയിക്കാനുള്ള സാധ്യതകൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പുകളിൽ വിവിധ സർവേകൾ P ബാലചന്ദ്രൻ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. വളരെ വിജയ സാധ്യത കുറഞ്ഞ സാധ്യതയായിരുന്നു. അവസാനം വോട്ടെണ്ണിയപ്പോൾ P ബാലചന്ദ്രൻ ജയിച്ചു. അപ്പം അവിടെ ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ ചിത്രത്തിലില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ലെഫ്റ്റിന് അവിടെ ഒരു 38,000 36,000 ആ വോട്ട് അദ്ദേഹം ഹോൾഡ് ചെയ്യും. പക്ഷേ ജനറൽ വോട്ടർമാരുടെ ഞാൻ തൃശ്ശൂർ പോയപ്പോൾ കണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥിയെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ടി വരുന്നു. സാംസ്കാരിക ലോകത്തിന് അറിയാം, പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ടി വരുന്നു എന്നുള്ള കാര്യം. പക്ഷേ രാജൻ ജെ പല്ലനെ സംബന്ധിച്ച് ആ സാഹചര്യമില്ല. പക്ഷെ പത്മജ വേണുഗോപാലിന് എല്ലാവരുടെയും പിന്തുണ ഇല്ലതാനും. അതൊരു ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷനിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് ഈ മണ്ഡലത്തിൽ കുറേയധികം ഡിവിഷനുകൾ, ഇപ്പം വില്ലടം അല്ലെങ്കിൽ കുറ്റുമുക്ക്, അങ്ങനത്തെ കുറേയധികം ഡിവിഷൻ, ഇപ്പം രാമവർമ്മപുരം, അങ്ങനെ കുറേയധികം ഡിവിഷനുകൾ LDFന്റെ പോക്കറ്റുകളാണ്. കുറേയധികം ഇപ്പം തൃശ്ശൂർ സെൻട്രൽ എടുത്താലും കുറേയധികം ആ പോക്കറ്റുകളിൽ എന്തായാലും ഈ LDF വോട്ടുകൾ നിലനിർത്താൻ ഇവിടെ LDFന് സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സർവേയിൽ രാജൻ പല്ലന് മുൻതൂക്കം ഉണ്ട് എങ്കിൽ പത്മജ കുറെ കൂടി വോട്ടുകൾ UDFൽ നിന്ന് സമാഹരിക്കാൻ സാഹചര്യം ഉണ്ടായാൽ LDF അവരുടെ വോട്ടുകൾ പിടിച്ചാൽ, കഴിഞ്ഞ തവണ എങ്ങനെയാണ് സംഭവിച്ചത്? LDFന്റെ വോട്ടുകൾ മാത്രം വോട്ട് പിടിച്ചപ്പോഴാണ് ബാൽസി ജയിച്ചത്. അതായത് BJP കൂടുതൽ വോട്ട് പിടിക്കുക, LDFന്റെ വോട്ടുകൾ പിടിക്കുക. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു പക്ഷേ ചിത്രം മാറാം. ഇനി 10 ദിവസം കൊണ്ട് നിലവിൽ എല്ലാവർക്കും സുപരിചിതൻ. ഇപ്പോഴത്തെ പ്രശ്നം ബാൽസി വിജയസാധ്യത ഇല്ലെന്ന് പറയുമ്പോഴും തൃശ്ശൂരുകാർക്ക് ഫെമിലിയർ ആയിരുന്നു. അദ്ദേഹത്തിനെ അറിയാമായിരുന്നു. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ CPI സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹം നഗരിക്ക് സാംസ്കാരിക കേരളത്തിന്റെ നായകൻ എന്ന് എഴുതി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഈ സാധാരണക്കാർക്ക് എത്രമാത്രം ആലങ്കോട് ലീലാകൃഷ്ണയും കവിതയും കാര്യങ്ങൾ അറിയുമെന്നുള്ളത് വാലിഡ് പോയിന്റ്. എനിക്കത് ഫീൽ ചെയ്തു അവിടെ പോയത്. ഈ ഒരു കാര്യത്തിൽ പിന്നെ ഒരു ചരിത്രം കൂടി, ഈ എഴുത്തുകാരെയും അല്ലെങ്കിൽ ബുദ്ധിജീവികളെയും നമ്മൾ തെരഞ്ഞെടുപ്പിൽ അധികം വിജയിപ്പിച്ചൊരു ശീലവും മലയാളികൾക്കില്ല. അല്ലല്ലുണ്ട്, ഇഷ്ടം പോലെ കുറേയധികം പേര് പരാജയപ്പെട്ടില്ല. പല ആളുകളും ജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കടമ്പനിട്ട് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവിടെ ജയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ CPI VS സുനിൽകുമാറിനെ മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? സുനിൽകുമാർ മത്സരിച്ചിരുന്നെങ്കിലും ഈ 3 സ്ഥാനാർത്ഥിത്വത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടതുകൂടി ആ പഴയ സുനിൽകുമാറിന്റെ പ്രഭാവവും ഗ്ലാമറും അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് മാത്രം പോരാ, BJP കൂടുതൽ വോട്ട് പിടിക്കാൻ വേണം. അതെ, BJP കൂടുതൽ വോട്ട് പിടിക്കാൻ. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പക്ഷേ 3 സ്ഥാനാർത്ഥികളിൽ മികച്ച സ്ഥാനാർത്ഥി എന്ന രീതിയിലും ആളുകൾക്ക് അറിയാവുന്ന സ്ഥാനാർത്ഥി രീതിയിലും സുനിൽകുമാറിന് ഒരു എഡ്ജ് കിട്ടി. പോപ്പുലറാണ്, മുൻ MLA ആണ്. സുനിൽകുമാറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്തായാലും CPIയുടെ തീരുമാനം മാത്രമാണ്. നമുക്ക്